എന്താണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് വല്ല പിടിയുണ്ടോ? ചിക്കനാണ് കേട്ടോ. ഇന്ന് ഒരു ചിക്കൻ ഡേ ആണ്. ചിക്കൻ പ്ലസ് പുതിന പ്ലസ് മല്ലി, അതിൻ്റെ ഒരു ദിവസമാണ്. അതിൻ്റെ ഒരു കളിയാണ് കേട്ടോ ഒന്ന് കാണാൻ പോണത്. കുറേ പുതിനയും കുറേ മല്ലിയും ഫ്രിഡ്ജ് നിറയെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യാണ്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കണത്. ഒരാളിവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. ബീൻ ബാഗ് കൊണ്ടുവന്ന പിന്നെ ഇതിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ കളി. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെ വയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് മല്ലിയും പുതിനയൊക്കെ തീർക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പുതിന ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. പച്ച കളർ ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ആക്ച്വലി ഞാനങ്ങനെ ചിക്കൻ വെച്ചിട്ടില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ശരി, അപ്പം നമുക്കതുണ്ടാക്കണം. പിന്നെ കുറച്ച് ബീഫ് ഇരിക്കുന്നുണ്ട്, ബീഫ് ഉണ്ടാക്കണം. പിന്നെ ഉപ്പേരി വെക്കണം, ചോറ് വെക്കണം, കറി വെക്കണം. അപ്പോൾ ആദ്യം ഉപ്പേരിക്കുള്ള എല്ലാം അരിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മസാലയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും അരിഞ്ഞു. പിന്നെ കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചേട്ടൻ, താഴെ ഒരു ചേട്ടനുണ്ട് സവരി എന്ന് പറഞ്ഞിട്ട്, ആ ചേട്ടൻ വന്നിട്ട് ഏകദേശം വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് സവാള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയുള്ള ബേസിക്കായിട്ട് നമുക്ക് എല്ലാ കറികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. സവാള തന്നെ രണ്ട് രീതിയിൽ, വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടും, അങ്ങനെയൊക്കെ അവർ രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ട് പോകട്ടോ. ചില ദിവസങ്ങളിൽ ചെയ്യില്ല, ചില ദിവസങ്ങളിലൊക്കെ, ഒട്ടുമിക്ക ദിവസങ്ങളിലും ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമാധാനമാണ് കേട്ടോ. പിന്നെ തേങ്ങ ചിരവി വെച്ച് തരും. പിന്നെ നമുക്ക് എന്തൊക്കെ പെർട്ടിക്കുലറായിട്ട് വേണ്ട സാധനങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. പിന്നെന്താ, പിന്നെ പുതിനയും മല്ലി നമുക്ക് ഒരുപാട് ഇരിക്കുന്നതുകൊണ്ട് മല്ലിയില്ല കേട്ടോ, പുതിന മാത്രം എടുത്തിട്ട് നമ്മൾ മിൻറ്റ് ലൈം അടിച്ചു. ഇതിങ്ങനെയും തീരണമല്ലോ. പിന്നെ എനിക്ക് മിൻറ്റ് ലൈം നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ല ചൂടല്ലേ, എങ്ങനെയാണ് നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെയും അതെ, സഹിക്കാൻ പറ്റില്ല. എനിക്ക് ചൂടിനേക്കാളും ബുദ്ധിമുട്ട് തോന്നുന്നു റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് കാണില്ല കേട്ടോ, ഈ വെയിലടിക്കണ കാരണം. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കഥ പറഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് എന്താ പറയാൻ വന്നെന്ന് മറന്നുപോയി. ചിക്കൻ കണ്ട, പച്ച കളർ ഗ്രേവി ചട്ടിയിൽ, കറുത്ത ചട്ടിയിൽ പച്ച കളറ് ഗ്രേവിയിൽ മഞ്ഞ കളർ ചിക്കൻ. ആഹാ, എന്ത് രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ പക്ഷേ കാണുന്ന പോലെയല്ല കേട്ടോ, ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞാനതിലേക്ക് തേങ്ങയുടെ ഒരു അരപ്പൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട്, എന്താ പറയുക, ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റിലായിരുന്നു. ചപ്പാത്തിയിലൊക്കെ കൂടെ കഴിക്കാനായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ്. കണ്ട അരപ്പ്, ഞാനിത് ഒരു 1.5 ആഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കറികളൊക്കെ മറന്നുപോയി, അതിലെന്തൊക്കെ ആഡ് ചെയ്തെന്ന് മറന്നുപോയി. കൂടുതലും ചപ്പാത്തി, അതുപോലെ അപ്പം, അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. ചിക്കൻ കറി നമുക്ക് എന്താ പറയുക, ചോറിൻ്റെ കൂടെ കഴിക്കാനൊന്നും അത്ര അങ്ങോട്ട് പോരാ. പുട്ടിൻ്റെ കൂടെയൊക്കെ പിന്നെയും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. എന്തായാലും അത് വേഗം തീർന്നു കേട്ടോ. ഇവിടെ പിന്നെ എന്ത് വെച്ചാലും, നമ്മൾ എന്ത് കാട്ടി കൂട്ടിയാലും ഇവിടെ വേഗം തീരും. അതന്നെ വലിയ സമാധാനമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കുക്കിങ്ങിലെ കാര്യങ്ങൾ. ഇന്ന് മെയിൻലി ഞാൻ കൂടുതലും കുക്കിംഗ് ആണ് ചെയ്തത് കേട്ടോ. വേറെ ഒന്നും കാര്യമായിട്ട് ഞാൻ ചെയ്തില്ല. ഞാൻ കുക്കിങ്ങിലല്ല കേട്ടോ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്, എന്താ പറയുക, ഇപ്പോൾ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരു 10-16 വട്ടം ടേസ്റ്റ് ചെയ്ത് നോക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊന്തിച്ച്, നമ്മൾ മൂടി വെച്ച പാത്രമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊന്തിച്ച് എന്തായി നോക്കും കേട്ടോ. ഞാൻ എന്താ പറയുക, ഭയങ്കരമായിട്ട് ടൈം വേസ്റ്റ് ചെയ്യും കുക്കിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ടെൻഷനല്ല, ഒരു ഓവർ എക്സൈറ്റഡ് ആണ് ഞാൻ എന്താ പറയുക, ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് എന്താവും എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ചിരിയിലെല്ലാം ഉണ്ട് കേട്ടോ. പിന്നൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഇത് ബീഫല്ല, മട്ടനാണ് കേട്ടോ. ഞാനിപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇത് മട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വെക്കുന്നത് മട്ടൻ ചുക്കയാണ്. മട്ടൻ ചുക്ക വെക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ, ബാക്കിയുള്ളതിനേക്കാളും എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാൻ ഇന്ന് മട്ടൻ ചുക്ക വെച്ചിട്ടോ. മട്ടൻ ചുക്ക നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ എന്ത് സാധനം നന്നായാലും വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടെന്നൊക്കെ പറഞ്ഞാലും എനിക്കിത് തിന്നാൻ പറ്റില്ല കേട്ടോ. എനിക്കിതിങ്ങനെ ഏത് നേരം ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ നമ്മുടെ വായിൽ ആ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എനിക്ക് അതൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പോൾ എനിക്ക് വിഷമം തോന്നും. ഇതേ സാധനം മറ്റൊരാൾ വെച്ചെന്ന് നന്നായില്ലെങ്കിൽ പോലും ഞാൻ നല്ല ആർത്തിയോട് കൂടി കഴിക്കും. അപ്പോൾ അതുകൊണ്ട് വായിലെ ടേസ്റ്റൊക്കെ ഏത് നേരം ടേസ്റ്റ് ചെയ്ത് ഞാൻ പോയിട്ട് ഐസ്ക്രീം വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് സ്റ്റിക്കുമുള്ള ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ചു ഞങ്ങൾ 3 പേര് 3 ഫ്ലേവർ കഴിച്ചു. അത് കഴിഞ്ഞ് പട്ടുവിന് കുറച്ച് ഹോംവർക്കല്ല, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കറൻസിയുടെ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എന്തോ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ കറൻസി നമ്മൾ ഫേക്ക് നോട്ട്സ്. അപ്പോൾ അതൊക്കെ വാങ്ങി ഒട്ടിച്ചു. കുറച്ച് നേരം അതിൻ്റെ പുറകെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം ചുണ്ടുവിന് ABCD ഒക്കെ പറഞ്ഞു കൊടുത്തു.
ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രണ്ടുപേരും തല്ലൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണ മനോഭാവത്തോടു കൂടി തല്ലൂടാണ്ടൊക്കെ ഇരിക്കും. പക്ഷേ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അതെൻ്റെയാണ് ഇത് നിൻ്റെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തല്ലൂടി തുടങ്ങും. അങ്ങനെ അതൊക്കെ ഏകദേശം അവസാനിച്ചു. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.